الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. നന്ദി കാണിക്കൽ ഒരു വലിയ ആരാധനയാണ്, ഒരു വലിയ ഇബാദത്താണ്. അഥവാ ഇബാദത്ത് ശുക്ർ, ശുക്രിൻ്റെ ഇബാദ. സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടാവായ അള്ളാഹു ചെയ്തു തന്ന അനേകം അനുഗ്രഹങ്ങളെ ഉൾക്കൊണ്ട് അതിനെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു വിശ്വാസി അവൻ്റെ വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, പ്രകടനങ്ങളിലൂടെ പടച്ചവനോട് അതിന് നന്ദി കാണിക്കുന്നതിനാണ് ഇബാദത്ത് ശുക്ർ, ശുക്രിൻ്റെ ഇബാദ എന്ന് പറയുന്നത്. കേവലം നമസ്കാരം, നോമ്പ് അതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇബാദത്ത്. അള്ളാഹുവിൻ്റെ ഈ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുമ്പോൾ അത് ഒരു ആരാധനയായി തീരും. ഒന്നാമത്തെ റസൂലായി നിയോഗിക്കപ്പെട്ട നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാം നബിയാണെങ്കിലും ആദ്യ മനുഷ്യനാണെങ്കിലും ഒന്നാമത്തെ റിസാലത്ത്, സന്ദേശം കൊണ്ടുവന്ന പ്രവാചകൻ എന്ന നിലയ്ക്ക് ചരിത്രം എണ്ണുന്നത് നൂഹിനെയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട 5 നബിമാരിൽ ഒരാളാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മുഹമ്മദു ഇബ്രാഹിമു മൂസ കലീമുഹു വഈസ വനൂഹുൻ ഹും ഉലുൽ അസ്മി ഫഅലമു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ നൂഹ്, ഇങ്ങനെയുള്ള 5 നബിമാരാണ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരായി അറിയപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇപ്പോൾ സൂറത്തുൽ ഇസ്രായിൽ ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ശകൂറ, ഇന്നഹു കാന അബ്ദൻ ശകൂറ. അങ്ങേറ്റം അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരടിമയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. മാത്രമല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹൽ അതിൻ്റെ 121, 120, 121 ആയത്തുകളിൽ പറയുകയാണ്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വ്യക്തിയല്ല, പകരം ഒരു സമുദായമാണ്.
ഖാനിത്തൻ ലില്ലാഹി, അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട ആളാണ്. ഹനീഫൻ, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാത്ത, നേർക്ക് നേരെ പടച്ചവനെ അവലംബിക്കുകയും തവക്കൽ ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളാണ്. വലം യകും മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനേ അല്ല. എന്നിട്ട് അള്ളാഹു പറയാണ് ഷാകിറൻ ലി അൻഉമിഹി, അള്ളാഹു ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യുന്നവനാണ്. ഇജ്തബാഹു, അതുകൊണ്ട് ആ ഇബ്രാഹിമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു ഈ സമുദായത്തിന്റെ നേതാവായി. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, മനുഷ്യ സഞ്ചയത്തിന്റെ മാനവതയുടെ നേതാവായി, ഇമാമായി താങ്കളെ നാം നിശ്ചയിച്ചിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ മാത്രം അദ്ദേഹത്തിന്റെ ആ ഇബാദത്ത് ശുക്ർ അത്ര ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഷാക്കിറൻ ലി അൻഉമിഹി ഇജ്തബാഹു, അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം, ശരിയായ മാർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഴി കാണിച്ചു. സഹോദരന്മാർ, ഏതെല്ലാം തിക്തമായ തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ആളാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ പോലും സൃഷ്ടാവായ അള്ളാഹുവിനെ അദ്ദേഹം മറന്നിട്ടില്ല. പകരം എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തനം ചെയ്യുകയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അദ്ദേഹത്തെ എടുത്തു പറഞ്ഞു ഷാക്കിറൻ ലി അൻഉമിഹി, അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി രേഖപ്പെടുത്തുന്നവനായിരുന്നു ഇബ്രാഹിം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബിയുടെ പുത്രൻ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ രാജാധികാരം കൊണ്ട് അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ച, ആദരിച്ച, അനുഗ്രഹിച്ച പ്രവാചകൻ സുലൈമാൻ. അദ്ദേഹത്തിനുള്ള ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരു കാറ്റടിക്കുമ്പോൾ അദ്ദേഹം ആ കാറ്റിനോടൊപ്പം സഞ്ചരിക്കും. ഒരു മാസത്തെ വഴിദൂരം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തെത്തും. അതുപോലെ തന്നെ പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ സംസാരം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു കഴിവ് കൊടുത്തു. ഉറുമ്പ് സംസാരിച്ചതുവരെ അദ്ദേഹം മനസ്സിലാക്കി. ഇങ്ങനെയുള്ള ഒരുപാട് പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള, മാത്രമല്ല അദ്ദേഹത്തിന് ജിന്നുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അധീനപ്പെടുത്തി കൊടുത്തു. എന്താണോ ആ സമൂഹത്തോട് സുലൈമാൻ കൽപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ സജീവമായ ഒരു പ്രവർത്തകരായി ജിന്നു സമൂഹമുണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. ഇതെല്ലാം അനുഭവിക്കുന്ന അദ്ദേഹം വല്ല അഹങ്കാരവും കാണിച്ചോ, വല്ല പൊങ്ങച്ചവും പ്രകടിപ്പിച്ചോ? ഇല്ല. അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൻ നംല് എന്താ പറയുന്നത്? ഖാല, ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഈ മഹത്തായ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ അല്ലാഹ് തന്ന അനുഗ്രഹമാണ്. എന്തിനാണ് അല്ലാഹ് എനിക്ക് തരുന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു അം അക്ഫുർ, ഞാൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ, അല്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് ധിക്കാരിയായി തീരുന്നുണ്ടോ എന്ന് അള്ളാഹ് എന്നെ പരീക്ഷിക്കുകയാണ്. ഫമൻ ശക്കറ, എന്നിട്ട് അദ്ദേഹം പറയണം, ഒമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരാണോ അള്ളാഹുവിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയത്, യഥാർത്ഥത്തിൽ അവൻ അവന് തന്നെയാണ് നന്ദി രേഖപ്പെടുത്തുന്നത്, അവന് തന്നെയാണ് അതിന്റെ വിജയം. ഒന്നായി അനുഗ്രഹങ്ങളെ നിഷേധിച്ച് അവൻ തോന്നിവാസിയായാൽ അള്ളാഹ്ക്ക് വല്ല ദോഷവും വരാൻ പോകുന്നുണ്ടോ? അള്ളാഹുവിന് വല്ല അപകടവും ഉണ്ടാക്കാൻ ഈ നിസ്സാരനായ മനുഷ്യന് സാധിക്കുമോ? ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ആരെങ്കിലും നന്ദി പറഞ്ഞാൽ തീർച്ചയായും അതിന്റെ ഗുണം അവന് തന്നെയാണ്. ഒമൻ കഫറ, ഇനി ആരെങ്കിലും ഇതൊക്കെ തള്ളിക്കളഞ്ഞ് ധിക്കാരിയായാൽ, നിഷേധിയായാൽ, ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, അള്ളാഹു ഐശ്വര്യവാനാണ്, ഉദാരമതിയാണ്. ആരും അങ്ങനെ അഹങ്കരിക്കേണ്ടതില്ല. ഞാനിതൊക്കെ അങ്ങ് നിഷേധിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് താന്തോന്നിയായി ജീവിച്ചാൽ അള്ളാഹുവിനൊരു പാഠം പഠിപ്പിക്കാം എന്ന് ഈ നിസ്സാരനായ മനുഷ്യൻ കരുതേണ്ടതില്ല. അള്ളാഹു ഗനിയ്യാണ്. അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹി വല്ലാഹു വൽ ഗനിയ്യ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യമുള്ളവരാണ്. എത്ര സമ്പന്നന്മാരായാലും, എത്ര ആവശ്യങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിവുള്ളവരാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഫഖറാ, ആവശ്യമുള്ളവരാണ്. വല്ലാഹു വൽ ഗനിയ്യ്, അള്ളാഹുവാണ് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത നിരാശ്രയനായ ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അർത്ഥത്തിലും തന്റെ റബ്ബിന് അങ്ങേയറ്റത്തെ ശുക്ർ പ്രകടിപ്പിക്കുന്ന ഒരു സാലിഹായ അബ്ദായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഗീർ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നമസ്കരിച്ചു. അത്തംഫഖത് ഖദമാഹു, ദീർഘനേരം നിന്ന് ഖുർആൻ പാരായണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കാലിൽ നീര് വന്ന് വീർത്തു. വഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് അനുചരന്മാർ സഹാബത്ത് ചോദിച്ചു, അതകല്ലഫു ഹാദാ, ഇത്ര എന്തിനാണ് പ്രവാചകരെ ബുദ്ധിമുട്ടുന്നത്, ഇത്ര എന്തിനാണ് താങ്കൾ പ്രയാസപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ല തന്നെയല്ലേ പറഞ്ഞത് താങ്കളുടെ കഴിഞ്ഞ മുഴുവൻ പാപങ്ങളും, ഇനി താങ്കൾ ജീവിതത്തിൽ വല്ല പാപങ്ങളും ചെയ്യുകയാണെങ്കിൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട അങ്ങേറ്റം വലിയ മഹത്വത്തിന്റെ ഉന്നത ശൃംഖത്തിൽ കയറിയിരിക്കുന്ന താങ്കൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകനോട് അനുയായികൾ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി സിമ്പിളായ മറുപടിയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ള അബ്ദ്, അടിമയാകേണ്ട ആവശ്യമില്ല, അത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? എനിക്ക് എന്തെല്ലാം ഗുണങ്ങൾ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്, എന്തെല്ലാം വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി തീരണ്ടേ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇത്രമാത്രം വിഷമിച്ച് നമസ്കരിച്ച് കാലിൽ നീരി വന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറ. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ ഇൻസാൻ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യന് നാം വഴി കാണിച്ചിട്ടുണ്ട്, അവൻ ശരിക്ക് വിവേകമുള്ളവനാണ്, ശരിക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവനാണ്, മാറി നടന്നിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു അത് ശരിക്ക് തുറന്നു തന്നെ പറയാണ്. മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വഴിയിൽ നല്ലത് തിരഞ്ഞെടുക്കുന്നവരുമുണ്ട്, ചീത്തയിലേക്ക് പോകുന്നവരുമുണ്ട്. ഇമ്മാ ഷാക്കിറൻ, ഒന്നുകിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന നല്ല മനുഷ്യൻ, വ ഇമ്മാ കഫൂറ, അങ്ങേറ്റത്ത് നന്ദികേട് കാണിച്ചുകൊണ്ട് ധിക്കരിച്ച് നടക്കുന്നവൻ. ഇത് രണ്ടു മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഏതിലാണ് നമ്മൾ പെടേണ്ടത്? അള്ളാഹുവിന് അങ്ങേറ്റത്തെ ശുക്ർ പറയുന്ന അടിമയുടെ കൂട്ടത്തിലാണോ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മുഴുവൻ നിഷേധിക്കുന്ന കാഫറിന്റെ കൂട്ടത്തിലാണോ നമ്മൾ ഉൾപ്പെടേണ്ടത്? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ആ മനുഷ്യന് നാം രണ്ടിനുമുള്ള മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ ചോയ്സാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന അടിമകളായി തീരാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമല്ല, തൊട്ടുടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്ത് സബയിൽ, ഈ അള്ളാഹുവിന് നന്ദി പറയുന്ന ആളുകൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ വളരെ കുറവാണ്. വഖലീലും മിൻ ഇബാദിയ ശകൂർ, എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് അതിൻ്റെയൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ, അവരുടെ കൂട്ടത്തിലും ശുക്ർ അള്ളാഹുവിനോട് കാണിക്കുന്നവർ വളരെ എണ്ണം കുറവായിരിക്കും, ന്യൂനപക്ഷമായിരിക്കും. വഖലീലും മിൻ ഇബാദി അശകൂർ, എൻ്റെ അടിമകളിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യർ പ്രത്യക്ഷത്തിൽ കാണാവുന്നതും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് എന്താണ് താമസം? അൽഹംദുലില്ലാ എന്ന് അനുഗ്രഹത്തിന് ശേഷം പറയുന്നതിന് എന്താണ് താമസം? എന്താണ് ചെലവ്? എന്താണ് അധ്വാനം? അള്ളാഹു നൽകിയിട്ടുള്ള ആഹാരം കഴിച്ച് അത് അവസാനിച്ച് വയറ് നിറയെ ആഹാരം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ എന്താണ് അൽഹംദുലില്ലാ എന്ന് പറയാൻ താമസം? എന്താണതിന് വിമ്മിഷ്ടം? എന്താണത് മറന്നുപോകുന്നത്? അള്ളാഹു തന്ന ആഹാരം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആഹാരം തുടങ്ങാൻ എന്താണ് അതിന് സാധിക്കാത്തത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഖേദത്തിന്റെ സന്ദർഭങ്ങളിൽ
അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിക്കുകയും നന്ദി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ മരണം പിടിപെടുകയും പരലോകത്തെത്തുകയും ചെയ്യുമ്പോൾ ലാ തഹീന മനാസ്, അവിടെ യാതൊരു രക്ഷയുമില്ലാത്ത അപകടത്തിന്റെ ഗർത്തത്തിൽ മുഖാമുഖം നിങ്ങൾ നരകത്തെ കാണുന്ന അവസരത്തിൽ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവര് തജ്അറൂൻ, അവർ അങ്ങേറ്റം വിലാപം ഉറക്കെ വിളിച്ചു പറയും, നാശമേ ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ വിളിച്ചു പറയും. ലാ തജ്അറൽ യൗം ഇന്നക്കും മിന്നാ ലാ തുൻസറൂൻ, ഇന്ന് നിങ്ങൾ ഓരിയിട്ടിട്ട് കാര്യമില്ല, ഇന്ന് നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇന്നക്കും മിന്നാ ലാ തുൻസറൂൻ, നിങ്ങൾക്ക് ഒരു സഹായവും എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. സൂറത്ത് ഇബ്രാഹിമിന്റെ 34-ാമത്തെ വചനം. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് തന്നു. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ 1, 2, 3, 4 ഇങ്ങനെ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് സാധ്യമല്ല. ഇന്നൽ ഇൻസാന, പക്ഷേ മനുഷ്യരുണ്ടല്ലോ, ലളൂമുൻ, അവൻ വലിയ അക്രമിയാണ്. കഫാർ, വലിയ നന്ദി നിഷേധിയാണ്. അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവനും അങ്ങേയറ്റത്തെ അക്രമിയുമാണ് മനുഷ്യൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ തൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഇന്ന ഹഖ്ഖല്ലാഹി അസ്ഖലു മിൻ അൻ യഖൂമ ബിഹിൽ ഇബാദു. ഒരു മനുഷ്യൻ ശരിക്ക് അള്ളാഹുവിന് അവന്റെ അവകാശം, അള്ളാഹുവിന് കിട്ടേണ്ട അവകാശം അത് കൊടുക്കാൻ വേണ്ടി ഒരു അടിമ തീരുമാനിച്ചാൽ തന്നെ അവനത് കൊടുക്കാൻ സാധ്യമല്ല. അസ്ഖല അലൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരമായി അല്ലെങ്കിൽ അതിനുള്ള അനുഗ്രഹമായി നന്ദിയായി പടച്ചവന് ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ അവർക്കത് സാധ്യമല്ല. പിന്നെ എന്താണ് അതിന് പ്രതിവിധി? അള്ളാഹുവിന്റെ ആ നിഅമത്തുകൾക്കും അതിന്റെ അനുഗ്രഹങ്ങൾക്കും അനുഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രതിവിധി അസ്ബിഹു തായിബീൻ വംസു തായിബീൻ, പ്രഭാതത്തിൽ പശ്ചാത്തപിക്കുന്നവരാവുക, പ്രദോഷത്തിൽ വൈകുന്നേരം പശ്ചാത്തപിക്കുന്നവരാവുക, നിരന്തരമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. അത് വലിയ നന്ദിയാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക, അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വലിയ ഒരു നന്ദിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഈ രൂപത്തിൽ ജീവിതത്തിൽ നന്ദി പ്രകടിപ്പിക്കുകയും എല്ലാ നന്മകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ പറയുകയും ആ ശുക്രിലൂടെ ജീവിതം മുന്നോട്ട് പോയി അതൊരു ഇബാദത്താക്കി മാറ്റുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله على إحسانه والشكر له على توفيقه وامتنانه. أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه، وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وأصحابه وإخوانه. أيها الإخوة أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അശ്ശകൂർ. അശ്ശകൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് എത്രമാത്രം അടുക്കുകയും ആരാധിക്കുകയും അവനെ വണങ്ങുകയും ചെയ്യുന്നവർക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നവൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലിനെ സ്വീകരിക്കും, കസീറിനെ കൊടുക്കും. ഇത് പടച്ചവന് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അള്ളാഹു അത് സ്വീകരിക്കും. പക്ഷെ പകരം നിങ്ങൾക്ക് തരുന്നതോ അത് എത്രയോ ഇരട്ടിയാക്കിയിട്ടുള്ള പ്രതിഫലമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ നിങ്ങൾ ചെയ്താൽ മിനിമം അതിന് 10 നന്മകളായി തിരിച്ചു നൽകും. 700 വരെയും അത് വർദ്ധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്ശകൂർ, നന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങേയറ്റത്തെ പ്രതിഫലം കൊടുക്കുന്നവൻ. അതിൻ്റെ കൂടെ തന്നെ അവൻ അൽ ഗഫൂർ, പുറത്തു കൊടുക്കുന്നവനാണ്. നിങ്ങളെടുത്ത് വരുന്ന മനുഷ്യരെന്നേൽക്ക് വരുന്ന വീഴ്ചകളുണ്ടല്ലോ, അത് പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് സുബ്ഹാനഹു വ തആല
ഷക്കൂറാണ്, ഗഫൂറാണ്. അത് രണ്ടും പടച്ചവനല്ലാതെ ആ ഗുണങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഇബാദത്ത് ശുക്ർ, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്ത് ചെയ്യുവാൻ എന്താണുള്ള വസീലകൾ, എന്താണ് മാർഗങ്ങളിൽ ഒന്നാണ് അദ്ദുആ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആനിൽ വന്നിട്ടുണ്ട്. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എന്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന? ഈ പ്രാർത്ഥന നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. റബ്ബി ഔസിഇനി, പടച്ചവനെ എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ നീ തോന്നിപ്പിച്ചു തരണം. ഞാൻ മറവിയുള്ളവനാണ്, പലപ്പോഴും വിസ്മരിക്കുന്നവനാണ്, അശ്രദ്ധയായി പോകുന്നവനാണ്, ജോലി തിരക്കുകളിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഗഫ്ലത്ത് സംഭവിക്കുന്നവനാണ്. അതുകൊണ്ട് ഔസിഇനി, എൻ്റെ മനസ്സിലെപ്പോഴും നീ ഓർമ്മയുണ്ടാക്കി തരണം. അൻ അഷ്കുറ നിഅമതക്, നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ. അല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചെയ്തു തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള പ്രേരണ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി തരണമേ. അപ്പോൾ നന്ദി കാണിക്കുക എന്ന് മാത്രമല്ല, നന്ദി കാണിക്കാനായുള്ള അവസരം ലഭിക്കുന്നതിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുക. അതാണ് ഇപ്പോൾ അമ്പിയാക്കന്മാരായ ആളുകൾ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ബിയദിഹി, ഒരവസരത്തിൽ നബി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുആദ്, മുആദേ ഇന്നി വല്ലാഹി ഉഹിബ്ബുക. മുആദേ, തീർച്ചയായിട്ടും അല്ല തന്നെയാണ് സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അള്ളാഹു തന്നെയാണ് സത്യം, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളോട് പറയണം എന്നാണ് റസൂലിന്റെ സുന്നത്ത്, റസൂൽ പഠിപ്പിച്ചത്. നമുക്ക് ഒരാളോട് നല്ല ഇഷ്ടമുണ്ട്, അയാളുടെ സ്വഭാവം കൊണ്ട്, അയാളുടെ നല്ല നടപ്പ് കൊണ്ട്, അയാളുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട്, അയാളുടെ മനുഷ്യ സ്നേഹത്തിന് അയാൾ കാണിക്കുന്ന വില കൊണ്ട് നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പൂഴ്ത്തിവെക്കണ്ട, അയാളോട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞത് മാതിരി. എന്താണ് മുആദിനുള്ള സ്ഥാനം? അതുകൊണ്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ ഒരു സഹാബിയോട് പറഞ്ഞാൽ അയാളുടെ പദവി എത്രയാണ് ഉയർന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു എന്ന് പറഞ്ഞു, മുആദേ, അല്ല തന്നെയാണ് സത്യം, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. 2 തവണ നബി ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഊസീക യാ മുആദ്, മുആദേ, ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ലാ തദഅന്ന, നീ ഒരിക്കലും ഒഴിവാക്കരുത്. ഫീ ദുബുരി കുല്ലി സലാത്തിൻ, എപ്പോഴൊക്കെ നീ നമസ്കരിക്കുന്നുവോ, അതിന് ഫറലാണെങ്കിൽ തിരക്കടില്ല, സുന്നത്താണെങ്കിൽ തിരക്കടില്ല, ആ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഈ ദുആ പറയണം. എന്താ ദുആ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം നിന്നെ അനുസ്മരിക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നല്ല നിലക്ക്, കുറ്റം തീർന്ന നിലക്ക് നിന്നെ ആരാധിക്കാൻ. ഈ 3 കാര്യങ്ങൾക്കും നീ എന്നെ സഹായിക്കണമേ എന്ന് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നീ പ്രാർത്ഥിക്കണം എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേ പ്രകാരം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്തു പറയണം. അത് ഒരു സമ്മതമാണ്. അങ്ങനെയുള്ള സമ്മതിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ എടുത്തു പറയുമ്പോൾ അവൻ അള്ളാഹു കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ നിഷേധിക്കുന്നവർക്കോ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുക്കും, റബ്ബിദാ വിളംബരം ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു, ലൈൻ ശകർത്തും, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുകയാണെങ്കിൽ ലഅസീദന്നകും, അള്ളാഹു നിങ്ങൾക്ക് കൂട്ടിത്തരും, വർദ്ധിപ്പിച്ചു തരും. അല്ലേ? നല്ല അധ്വാനം, നല്ല ജോലി, അങ്ങനെ ആ ജോലി തന്ന ആ കമ്പനിയോടോ അല്ലെങ്കിൽ മുതലാളിയോടോ ആ കൂറ് അടിസ്ഥാനത്തിൽ വളരെ ആത്മാർത്ഥമായും അയാൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെന്ന നിലക്കും സജീവമായി പ്രവർത്തിക്കുമ്പോൾ ആ മുതലാളി ഒരു അപ്രീഷിയേഷൻ കൊടുക്കും. അതിനാണ് അപ്രീഷിയേഷൻ എന്ന് പറയാം. അതായത് നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന, ഇഖ്ലാസായി ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ഒരു പ്രത്യേക സമയം വരുമ്പോൾ ഒന്നുകിൽ അയാൾ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബോണസ് കൊടുക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് കൂട്ടിത്തരും. വലൈൻ കഫർത്തും,
ഇനി അല്ല, നിങ്ങൾ നിഷേധിച്ച് ഇതൊക്കെ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നു, പക്ഷേ പടച്ചവന് നന്ദി കാണിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇന്ന അദാബില ശദീദ്, എൻ്റെ ശിക്ഷ നിങ്ങൾക്ക് താങ്ങാവുന്നതല്ല കേട്ടോ, കഠിനമാണ് എന്ന് സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ള അനുഗ്രഹം, ഒന്ന് ആരോഗ്യം, ഒന്ന് നമ്മുടെ ആഹാരം, ഒന്ന് നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇതിന് തകരാറൊന്നും വരാതെ നിലനിന്ന് പോകണമെങ്കിൽ അതിനുള്ള പരിഹാരമായി പണ്ഡിതന്മാർ പറയുന്നത് അശ്ശുക്ർ, അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നമുക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിലനിർത്തുവാനുള്ള ഏക പരിഹാരം. അള്ളാഹുവിനോട് നന്ദി കാണിക്കലാണ്. മാത്രമല്ല, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യത്തിലേ ചിലവാക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ. അശ്ശുക്രു തർക്കുൽ മഅസിയ, അപ്പൊ കുറ്റങ്ങൾ ഒഴിവാക്കാൻ നടത്താൻ തന്നെ ശുക്രാണ്. കളവ് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറയില്ല, അതെനിക്ക് പറയാൻ പാടില്ലാത്തതാണ്. പലിശ വാങ്ങിയാൽ എന്തെങ്കിലും 4/4 അധികം കിട്ടും, പക്ഷേ വാങ്ങാൻ പാടില്ലാത്തതാണ്, പാടില്ല. അതേ പ്രകാരം തന്നെ തന്നെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണും, പക്ഷെ നോക്കാൻ പാടില്ല. ഇങ്ങനെ മാസിയത്ത്, കുറ്റങ്ങൾ എവിടെയുണ്ടോ ആ കുറ്റങ്ങളിൽ നിന്നൊക്കെയാണ് മാറി നിൽക്കും. അത് തന്നെ ഒരു ശുക്രാണെന്നാണ് പറയുന്നത്. നിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്ന് മാറി നിന്നാൽ തന്നെ, ഇപ്പൊ തുണി ഉടുക്കണം, ആ തുണി ഉടുക്കുമ്പോൾ അത് നെരിയാണിന് താഴെ ആകാൻ പാടില്ല, അത് നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, പല രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ വലിയ ആൾക്കാരും ഒക്കെ ഇങ്ങനെ തുണി നിലത്ത് അഴിച്ചിട്ട് നടക്കുന്നവരാണ്. അപ്പൊ ഞാൻ അവരുടെ കൂട്ടത്തിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ തുണി മാത്രം കുറച്ച് പൊന്തിച്ചു കൊടുത്താൽ എന്തിനാ എന്നെ പറ്റുക എന്ന് വിചാരിച്ചാൽ പോയി വാങ്ങാൻ സഹോദരന്മാരെ. അവിടെ എന്താ നോക്കേണ്ടത്? അവിടെ അള്ളാഹിന്റെ തൃപ്തിയാണ് ആഗ്രഹിക്കേണ്ടത്, പ്രവാചകന്റെ സുന്നത്താണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ തുണി പൊന്തിച്ചു കൊടുക്കണം, നെരിയാടിന്റെ താഴെ പാൻസോ തുണിയോ താഴ്ന്നു പോകാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മളത് ആലോചിക്കണം. അവിടെ അള്ളാഹുവിന്റെ ശുക്രാണ്, കാരണം നമ്മൾ ഒഴിവാക്കി. ഒരു കുറ്റമായി പോകാൻ സാധ്യതയുള്ള പ്രവൃത്തി നമ്മൾ മാറ്റിവെച്ചു. അതുകൊണ്ട് പിന്നെ നമുക്ക് ശുക്ർ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരാൻ ഉള്ള മറ്റൊരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഫൗഖകും ഫഇന്നഹു അജ്ദറു അൻ അല്ലാ തസ്ദറൂ നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കാൾ താഴെ നിലവാരത്തിൽ ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങളെക്കാൾ പത്രാസോടുകൂടി ജീവിക്കുന്ന ആളുകളെ ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് തോന്നും, അയാൾക്കെന്താ അപ്പം അങ്ങനെ അത്രയൊക്കെ, എനിക്കെന്താ കിട്ടാത്തത് എന്ന് നിരാശാബോധം. അത് മുഅ്മിനിന് പാടില്ല. നേമറിച്ച് നിങ്ങൾ 2 നേരവും ചോറ് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ സാധ്യതയുള്ള, അതിന് മാത്രം വരുമാനമുള്ള, മറ്റേ നേരത്തെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജീവിതം മുന്നോട്ട് പോകുന്ന പാവപ്പെട്ടവൻ അപ്പുറത്തുണ്ടാവും. അപ്പൊ അവനെ നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടത്. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞ ജീവിത നിലവാരമുള്ള ആളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെക്കാൾ പത്രാസോടുകൂടി ജീവിക്കുന്നവരല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഗുണപാഠങ്ങളാണ്, ദീനിലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുപോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവന് നന്ദി ചെയ്യാനും നല്ല നിലയ്ക്ക് അവനെ ആരാധിക്കുവാനും എല്ലാ കുറ്റങ്ങളിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا يا غافر المذنبين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.